ഏഴുപേരെ പവർ ടീമിലേക്ക് കയറിയാൽ എങ്ങനെയിരിക്കും? പുതിയ ക്യാപ്റ്റൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഫൺ രീതിയിൽ പോകേണ്ട ജിൻഡോ നോറ ടാസ്ക് ഇത്രയും വഷളാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? രതീഷ് കുമാർ പഴയ സ്വഭാവത്തിലേക്ക് എത്തിയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. രതീഷ് ആണെങ്കിൽ ജാസ്മിനെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറയുന്നു. ആൾക്ക് തിരിച്ചു പോകാനൊന്നും ഉദ്ദേശമില്ലേ? അഭിഷേക് ഋഷിയെ സ്വാധീനിച്ച് സേഫ് ഗെയിം കളിക്കുന്നത് എത്രത്തോളം നടപ്പിലാകും? ബിഗ് ബോസ് വീട്ടിലെ 53-ാം ദിവസത്തെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റ് ടാസ്ക്. പ്രേക്ഷകരുടെ താല്പര്യപ്രകാരം കൈകൾ തമ്മിൽ കയറുകൊണ്ട് കെട്ടി നടക്കേണ്ടത് ഇത്തവണ ജിൻഡോയും നോറയുമായിരുന്നു. ഫൺ ടാസ്കിനെ രണ്ടാളും ചേർന്ന് നശിപ്പിച്ചു. അതാണ് സംഭവിച്ചത്. മനഃപൂർവ്വം കൊടുത്തൊരു ടാസ്ക് എന്ന് ഉറപ്പാണ്. കാരണം രണ്ടാൾക്കാരും കീരിയും പാമ്പും പോലെയാണ്. നേരിൽ കണ്ടാൽ അടിയോടടിയാണ്. അങ്ങനെയുള്ളവരെ രണ്ട് കൈയും കെട്ടി നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജിൻഡോ മാക്സിമം കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും സംസാരിച്ചും വെയിലത്ത് പോയി നിന്നിട്ടും നോറയെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നോറയാണെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന രീതിയിലാണ് ടാസ്ക് കളിച്ചത്. പവർ ടീമും ക്യാപ്റ്റനും എല്ലാവരും മാറി മാറി പറയുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഈ ടാസ്കിനെ ഫണ്ണാക്കുമെന്ന്. തമ്മിൽ ഭേദം ജിൻഡോയാണ്. സങ്കടപ്പെടൽ അഭിനയിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന നോറയാണ് ഒട്ടും ടാസ്കിനെ ടാസ്കായി കാണാതിരുന്നത്. ഇനി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് വഴക്ക് നടക്കുന്നുണ്ട്. ജിൻഡോ ഓൾറെഡി കിച്ചൺ ടീമിലുള്ള ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും കിച്ചണിലെ പണിയെടുക്കണം. അതിന്റെ ബേസിൽ ജാസ്മിൻ ജിൻഡോയോട് പറയുന്നുണ്ട് ക്യാബേജ് അരിയണം, ഉച്ചയ്ക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ടതാണെന്നൊക്കെ. ജിൻഡോ അത് കേട്ടതും ക്യാബേജ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിരുന്ന് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ പവർ ടീം പറയുന്നുണ്ട് ടാസ്കിനിടയിൽ ഡ്യൂട്ടി ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക എന്ന്. അങ്ങനെ ലാസ്റ്റ് ക്യാബേജ് ജാസ്മിൻ ആണ് ടേബിളിൽ ഇരുന്ന് അരിയുന്നത്. ടേബിളിലിരുന്ന് ഈ ഒരു ക്യാബേജ് അരിഞ്ഞപ്പോൾ കുറച്ച് ക്യാബേജ് ഒക്കെ താഴെ ഫ്ലോറിൽ വീണു. ജാസ്മിൻ ജിൻഡോയോട് അത് ക്ലീൻ ആക്കാൻ പറയുന്നുണ്ട്. ഇത് കേട്ട ജിൻഡോ ടേബിളിലേത് വന്നിട്ട് ക്ലീൻ ചെയ്തു. താഴെയുള്ളത് കണ്ടിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ചെയ്തവർ തന്നെ ക്ലീൻ ആക്കണം, എന്റെ പണിയല്ല എന്നൊക്കെ. ഫ്ലോർ ക്ലീനിങ് ക്യാപ്റ്റൻ സിജോ വന്ന് അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. ശരിക്കും ജിൻഡോ അതൊന്ന് എടുത്തു കളഞ്ഞാലുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് ഊതി വീർപ്പിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. ജാസ്മിന് വൃത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നമെങ്കിൽ ഇന്ന് ക്യാബേജ് അരിഞ്ഞതായ പ്രശ്നം. അതൊരു വിധം ഒതുങ്ങിയപ്പോഴാണ് അടുത്ത പ്രശ്നം. ജാസ്മിൻ ജിൻഡോയോടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു, പാത്രങ്ങൾ കഴുകി വെക്കണം എന്ന് പറയുന്നുണ്ട്. ജിൻഡോ അപ്പോഴും പറ്റില്ലെന്ന് പറയുന്നു. എപ്പോഴും പാത്രം കഴുകാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതാണെന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ആകെ പ്രശ്നം. രതീഷ് ഇതിന്റെ ഇടയിൽ കയറി ജിൻഡോ നീ ഇഷ്ടമുള്ളത് ചെയ്യടാ എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇത് കേട്ടതും ജാസ്മിന് കൺട്രോൾ പോയി. ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ, പഴയ രതീഷ് തിരിച്ചു വന്നു, ഗസ്റ്റിനെ പോലെ നിന്നാൽ മതി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. രതീഷ് ആണെങ്കിലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു. വീട്ടിൽ നിന്ന് തിരിച്ചു വരാനൊരു ഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാക്സിമം പിടിച്ചു നിന്നു. പാത്രം കഴുകൽ പ്രശ്നം ഇവിടെ അവസാനിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ജാസ്മിൻ ജിൻഡോയോട് പാത്രം കഴുകി വെക്കണമെന്ന്. ആ സമയത്താണെങ്കിൽ ജിൻഡോയും നോറയും ലിവിംഗ് ഏരിയയിലാണ്. ജിൻഡോ നിൽക്കുന്നു, നോറ താഴെ ഇരിക്കുന്നു. ജിൻഡോ കുറേ തവണ നോറയോട് പറയുന്നുണ്ട് പാത്രം കഴുകാൻ വരണം എന്നൊക്കെ. നോറയാണെങ്കിൽ അവിടെ ഒരേ ഒരു ഇരിപ്പായിരുന്നു. ജിൻഡോ ബേബി ഡാർലിംഗ് അങ്ങനെയൊക്കെ മാക്സിമം വിളിച്ചു നോക്കി. നോറ ഒരു വിധത്തിലും അനങ്ങിയില്ല. ലാസ്റ്റ് പവർ ടീമിലെ സായി നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തു, പാത്രം കഴുകൽ. ലാസ്റ്റ് രണ്ടാളും ചേർന്ന് പാത്രം കഴുകി വെച്ചപ്പോഴാണ് ഈ ഒരു പാത്രം കഴുകൽ പ്രശ്നം അവസാനിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു ഫൺ രീതിയിൽ കൊണ്ടുപോകേണ്ട ടാസ്കിനെ രണ്ടാളും ആ രീതിയിലല്ല കണ്ടത്. ജിൻഡോ നോറയെ ഇറിറ്റേറ്റ് ആക്കാനും നോറയാണെങ്കിൽ എന്ത് സഹിച്ച് നിൽക്കാമെന്ന നിലപാടിലാണ് ഉണ്ടായിരുന്നത്. ജിൻഡോ തന്നോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെയാണ് നോറ ഈ ടാസ്കിനെ കണ്ടത്. രണ്ടുപേരും ഫൺ രീതിയിലാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ പവർ ടീമിലെ സായി നോറയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അവർ ടാസ്കിലാണ്. ജിൻഡോ ഡാൻസ് കളിക്കും പാട്ടുപാടുകയൊക്കെ ചെയ്തതുപോലെ തന്നെ നോറയ്ക്ക് നിലത്തിരിക്കാം, അതും ഒരു ടാസ്കിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി. അവിടെ പണിഷ്മെന്റിന്റെ ഒരു ആവശ്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് നോറ ബാത്റൂമിൽ പോയി കരയുന്നുണ്ട്. ആസ് യൂഷ്വൽ ഉണ്ടാവുന്നത് പോലെ തന്നെ കൂടെ സമാധാനിപ്പിക്കാൻ രസ്മിനും. ബാത്റൂമിനുള്ളിൽ കയറി വരെ സമാധാനിപ്പിക്കൽ തുടങ്ങി. അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക്. ഇന്നലെ രണഭൂമി ടാസ്കിലും കൂടി ജയിച്ചതോടെ ടണൽ ടീമാണ് ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചത്. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ടീമിനുള്ളിലുള്ളവർ തമ്മിലാണ് മത്സരം നടന്നത്. ക്രിക്കറ്റ് കളിക്കുക, അതായത് ബോൾ എറിഞ്ഞ് സ്റ്റംപ് തട്ടി വീഴ്ത്തണം. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നയാൾ ടാസ്കിൽ ജയിക്കും. അങ്ങനെയാണ് ടാസ്ക് നടന്നത്. ടണൽ ടീം പ്ലാൻ നോറയെ ക്യാപ്റ്റൻ ആക്കുവാനായിരുന്നു. അതിനായി മാക്സിമം കളി അറിയുന്നവർ അറിയാത്ത രീതിയിലൊക്കെ കളിച്ചു നോക്കി. എന്തൊക്കെ ചെയ്താലും കാര്യമില്ല, കാരണം നോറയ്ക്ക് ഇത് കളിക്കാൻ അറിയില്ല. 5 പ്രാവശ്യം ബോൾ എറിഞ്ഞിട്ടും ഒന്നുപോലും സ്റ്റംപിൽ കൊണ്ടില്ല. ഋഷി വേണ്ട എന്ന പോലെ എറിഞ്ഞിട്ടും 3 വിക്കറ്റ് കിട്ടി. രസ്മിനെ 1. ലാസ്റ്റ് ഋഷിയാണ് 9th വീക്കിലെ ക്യാപ്റ്റനായി സെലക്ട് ആയത്. നോറയ്ക്ക് നല്ലപോലെ വിഷമമുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും പുറത്തു കാണിച്ചില്ല. നമുക്കറിയാം ഇത്തവണത്തെ ക്യാപ്റ്റൻസിക്ക് ഒരുപാട് പവർ ഉണ്ട്, നോർമൽ ക്യാപ്റ്റനെ പോലെയല്ല. അതുകൊണ്ടാണ് പവർ ടീമും നിലവിലെ ക്യാപ്റ്റനും ഒക്കെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി മത്സരിച്ചത്.
പവർ ടീമിൽ ആരൊക്കെ വേണമെന്ന് ക്യാപ്റ്റന് തീരുമാനിക്കാം. പവർ ടീമിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരാഴ്ച കൂടി ബിഗ് ബോസിൽ സേഫായി നിൽക്കാനുള്ള അവസരമാണ് പവർ ടീമിൽ ഉൾപ്പെടുന്നതിലൂടെ ലഭിക്കുക. ഇനി അങ്ങോട്ടുള്ള ടീമുകളുടെ സെലക്ഷൻ മുന്നോട്ടുള്ള ഗെയിമിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഉറപ്പാണ്. ഒരുപക്ഷെ ആ തരത്തിലുള്ള ഗെയിം ചേഞ്ചിങ് തന്നെയാവും ബിഗ് ബോസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഋഷിയെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ ആയത് ഒരു തലവേദന പോലെയാണ്. കാരണം പവർ ടീമിനെ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്തില്ലെങ്കിൽ അത് മിക്ക മത്സരാർത്ഥികളുടെയും ദേഷ്യത്തിനും മറ്റുമൊക്കെ കാരണമാകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാപ്റ്റനായ ഋഷിക്ക് അൻസിബയും അതുപോലെ രസ്മിനും അഭിഷേക് ശ്രീകുമാറും ഒക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അൻസിബ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നന്നായി എല്ലാം ചെയ്യണം, ഒന്നും നോക്കേണ്ട എന്നൊക്കെ. രസ്മിനാണെങ്കിൽ വീടിനുള്ളിലെ ടീമുകളെ പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ അഭിഷേക് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂമിലേക്ക് അഭിഷേക്, അതുപോലെ നോറ, ശ്രീരേഖ, അൻസിബ, അപ്സര, ശരണ്യ, രസ്മിൻ തുടങ്ങി 7 പേരെ പവർ റൂമിലേക്ക് കയറ്റണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ ടീമൊക്കെ സ്പ്ലിറ്റ് ആവുകയുള്ളൂ എന്നാണ് അഭിഷേക് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, അഭിഷേക് പറഞ്ഞതുപോലെയാണെങ്കിൽ ജാസ്മിൻ, ഗബ്രി, ശ്രീതു, അർജുൻ, ജിൻഡോ, സിജോ ഇവരൊക്കെ നോമിനേഷനിലേക്ക് വരും. ഋഷിയെ സ്വാധീനിച്ച് സ്വന്തം കാര്യം സേഫ് ആക്കുക, അതാണ് അഭിഷേക് ശ്രീകുമാർ ഉദ്ദേശിച്ചത്. പവർ ടീമിലേക്ക് 7 പേരെയൊക്കെ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഭി പറഞ്ഞ ആൾക്കാരിൽ മെജോറിറ്റി ആളുകളും വീക്കായവരാണ്. അവർ പവർ റൂമിലേക്ക് കയറാൻ യാതൊരു സാധ്യതയില്ല. അടുത്ത എലിമിനേഷനിൽ പോകാൻ റെഡിയായി നിൽക്കുന്നവരാണ്. ആ നിലയ്ക്ക് എത്രത്തോളം അത് നടപ്പിലാവും എന്നറിയില്ല. ഇനി ഇതിന്റെയൊക്കെ അവസാനം ഒരു ടാസ്കും കൂടി ഉണ്ടായിരുന്നു, ഹെഡ് ഗിയർ ടാസ്ക്. തലയിൽ മണി കെട്ടിയ ഒരു ഹെഡ് ബാൻഡ് വെക്കും. ബസർ അടിക്കുമ്പോൾ ഏത് രീതിയിലാണോ ഉള്ളത് ആ രീതിയിൽ നിൽക്കണം, അതായത് സ്റ്റക്കായി നിൽക്കണം. ഈ മണി സൗണ്ട് ഉണ്ടാക്കിയാലേ ആ വ്യക്തി ഔട്ടാകും. ശ്രീതു, നോറ, അപ്സര, ശ്രീരേഖ, ഗബ്രി ഇവരൊക്കെ അവസാനം വരെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നു. ലാസ്റ്റ് ജയിച്ചത് നോറയാണ്. ഓരോ റൗണ്ട് ആകുമ്പോഴും ടാസ്കിൽ ഓരോ ചേഞ്ച് കൊണ്ടുവന്നിരുന്നു. അതായത് ഫസ്റ്റ് റൗണ്ടിൽ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, സെക്കൻഡ് റൗണ്ടിൽ മൂവ് ചെയ്യണം, അതുപോലെ തേർഡ് റൗണ്ടിൽ വരുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കണം. അങ്ങനെയൊക്കെ ഓരോ ചേഞ്ച് ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ നോറ ഒറ്റക്കാലിൽ നിന്നില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ജഡ്ജായ രതീഷ് അത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ബാക്കി എല്ലാവരോടും അങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞ് നോറയോട് മാത്രം ഫേവറിസം കാണിച്ചു. ശരിക്കും നോറ ആയിരുന്നില്ല ഈ ഗെയിമിൽ ജയിക്കേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു രസ്മിൻ ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. രതീഷിന്റെ ഭാഗത്ത് എന്തായാലും മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് നോറ ആ ഗെയിമിൽ ജയിച്ചത്. മൊത്തത്തിൽ അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ഉൾപ്പെട്ട ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്നലത്തേത്. ഋഷി ക്യാപ്റ്റനായ സ്ഥിതിക്ക് അഭിഷേകിന്റെയും രസ്മിന്റെയും നിർദ്ദേശപ്രകാരം 7 പേര് പവർ ടീമിലേക്ക് എത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആലോചിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഋഷിക്ക് തന്നെ അത് പണിയാകും. ഇപ്പൊ കൂടെ നിൽക്കുന്നവരൊന്നും അപ്പൊ കൂടെ ഉണ്ടാവണമെന്നില്ല. ഋഷി ഓൾറെഡി നോമിനേഷനിലുണ്ട്. ഇനി ഋഷി പുറത്ത് പോയാൽ രസ്മിൻ ആയിരിക്കും വീണ്ടും ക്യാപ്റ്റൻ ആവുക. രസ്മിൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയില്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് വളരെ നിർണായകമായിരിക്കും എന്ന് ഉറപ്പാണ്.